What a beautiful theme that God gave us this year for rebuilding and restoring. കർത്താവ് എത്ര അനുഗ്രഹമായ ഒരു ചിന്താവിഷയമാണ് നമുക്ക് നൽകി തന്നത്. യഥാസ്ഥാനപ്പെടുക, പുതുക്കൽ പ്രാപിക്കുക. My thought goes in a different way than what we heard so far. നമ്മൾ ഇതുവരെ കേട്ടതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് എൻ്റെ ചിന്താധാരകൾ മുമ്പോട്ട് പോകുന്നത്. In Psalm 29 we read the first night that there is a splendor of worshiping God in His holiness, a splendor of holiness that we worship God with. നമ്മൾ പ്രാരംഭ രാത്രിയിൽ 29-ാം സങ്കീർത്തനം കേട്ടതുപോലെ ദൈവത്തിന്റെ മഹത്വത്തിൽ, ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ആരാധനയുടെ ഉന്നതമായ തലങ്ങളുണ്ട് എന്ന് കേൾപ്പാനായി ഇടയായി തീർന്നു. And today in Psalm 45 we also read the word a splendor of worship. ദൈവത്തിന്റെ ആരാധനയുടെ അത്യുന്നതമായ അവസ്ഥകൾ ഉണ്ട് എന്ന് 145-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കേൾപ്പാനായി ഇടയായി തീർന്നു. The first day we heard about splendor, and the last day we are hearing about splendor, and in between we heard about restoration. ദൈവത്തിന്റെ അത്യുന്നതമായ ആരാധനയുടെ ശ്രേഷ്ഠതകളെ പറ്റി പ്രാരംഭ ദിവസവും ഈ അവസാന ദിവസവും നമ്മൾ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ മധ്യത്തിലാണ് യഥാസ്ഥാനപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ പറ്റി ദൈവം നമ്മോട് സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നത്. True prophet Amos talked about the Israel and the people in Israel in those days. ദൈവത്തിന്റെ യഥാർത്ഥ പ്രവാചകനായ ആമോസ് ഇസ്രായേലിലുണ്ടായിരുന്ന ജനത്തെ പറ്റിയും അവിടെ യഥാർത്ഥമായ അവസ്ഥകളെ പറ്റി സംസാരിപ്പാനായിട്ട് ഇടയായി തീർന്നു. But I want to focus on what happened in the New Testament in terms of a restoration. ഞാൻ നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് പുതിയ നിയമത്തിൽ യഥാസ്ഥാപനത്തെ ദൈവത്തിന്റെ പുതുക്കലിനെ പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. I want to focus attention on two people that I'm thinking of. ഞാൻ ചിന്തിക്കുന്ന രണ്ട് വ്യക്തികളെ പറ്റി സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. One person was a fisherman. ഒരു മനുഷ്യൻ, ഒരു മുക്കുവനായ മനുഷ്യനായിരുന്നു. He was toiling all night long and didn't catch anything. രാത്രി മുഴുവൻ താൻ അധ്വാനിച്ചു, ഒന്നും നേടുവാൻ തനിക്ക് കഴിഞ്ഞില്ല. Tired. താൻ വളരെ ക്ഷീണിതനായി തീർന്നു. He's at the shore. അവൻ തീരത്തായിരുന്നു, washing up his net. തന്റെ വലകൾ നന്നാക്കുകയും അത് കഴുകുകയും ചെയ്തുകൊണ്ടിരുന്നു. All of a sudden Jesus walks by. ആ സമയത്ത് കർത്താവായ യേശു കർത്താവ് തന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. And he has an interaction with this person. ആ വ്യക്തിയോട് കർത്താവിനെ വളരെ ചെറുതായി ഒരു സംഭാഷണം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. He simply says, "Come follow me, I'll make you fishers of men." കർത്താവ് തകർന്നിരുന്ന ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്ക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. But what happened to Peter from that point on is the point of restoration in his life. ആ സമയം മുതൽ പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ദൈവം തകർന്ന മനുഷ്യരുടെ നടുവിൽ നൽകുന്ന ദൈവത്തിന്റെ യഥാർത്ഥമായ യഥാസ്ഥാപനം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Many things that happen in Peter's life, we don't have time to go through all of that, but this is the same person who heard Jesus' voice, "Come follow me," but at a girl's pointing his finger at him, he said, "I don't even know the man." കർത്താവ് തകർന്ന അവസ്ഥയിൽ നിന്ന് നീ വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതിനാക്കാമെന്നുള്ള ദൈവ ശബ്ദം കേട്ട് കർത്താവിനെ അനുഗമിച്ച വ്യക്തിയാണ്. കർത്താവിന്റെ ശബ്ദം കേട്ട് അതേ വ്യക്തി ഒരു കൊച്ചു പെൺകുട്ടി തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ ചുറ്റി ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് തള്ളി പറയുന്ന തകർച്ചകൾ സംഭവിച്ച പത്രോസിനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. But years later, couple years later, വർഷങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ a question came to him from Jesus. കർത്താവിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് വന്നപ്പോൾ, "Do you love me?" നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കർത്താവിന്റെ ചോദ്യത്തിന് മുമ്പാകെ, "Do you love me?" നീ എന്നെ സ്നേഹിക്കുന്നു ആവർത്തിച്ച ചോദ്യങ്ങളുടെ മുമ്പാകെ, "Do you love me more than anything that you've ever known?" നിനക്കറിയുന്ന, നീ അനുഭവിച്ച സകലത്തെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ പത്രോസേ എന്നുള്ള ചോദ്യത്തിന് മുമ്പാകെ, The focus was not on material things. The focus was not on his fishing skills. The focus was not on wealth or anything like that. But the focus was on Jesus Christ and the love that Jesus had for him, and whether we are ready to love him completely. കർത്താവിന്റെ ചോദ്യത്തിന്റെ കേന്ദ്രീകരണമായിരുന്നത്, അതിന്റെ മുഖ്യധാരയായിരുന്നത് നിന്റെ ചുറ്റിലുമുള്ള സകലത്തെക്കാൾ, ഭൗതികമായി നിനക്ക് ലഭിച്ച ആൾക്കൂട്ടങ്ങളെക്കാൾ, നന്മകളെക്കാൾ, ഉയർച്ചകളെക്കാൾ എല്ലാത്തിനുപരിയായി ക്രിസ്തു കേന്ദ്രീകൃതമായി യേശുവിനെ സ്നേഹിക്കുന്ന ചോദ്യത്തിന് മുമ്പാകെ Peter said, "You know me. You know my heart." കർത്താവേ, നീ സകലവും അറിയുന്നു എന്ന് പത്രോസ് തന്റെ ഹൃദയത്തിന്റെ ഉത്തരം നൽകുവാനായിട്ട് ഇടയായി തീർന്നു. I may have rejected you with my tongue. ഞാൻ എന്റെ അധരങ്ങൾ കൊണ്ട് തന്നെ എന്റെ നല്ല നാഥനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം. But you know my heart. എന്നാൽ നിനക്ക് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടുകളെ അറിയാം കർത്താവേ. Circumstances may have forced me to reject Christ. സാഹചര്യങ്ങൾ എന്നെ നിർബന്ധിച്ച് കാണാം അങ്ങയെ തള്ളിക്കളയുവാൻ. But in the face of a question whether he loved him or not, he said, "You know my heart." കർത്താവിന്റെ ചോദ്യത്തിന് മുമ്പാകെ പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ എന്റെ ഹൃദയത്തെ നന്നായി അറിയുന്നു നാഥ. The God who knows our heart. നമ്മുടെ ഹൃദയങ്ങളെ നന്നായി അറിയുന്ന കർത്താവ്. He told Peter to come feed
his sheep. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, മടങ്ങി വരിക, നീ എന്റെ കുഞ്ഞാടുകളെ, എന്റെ ആടുകളെ മേയിക്കാം. The job of a shepherd was given to a fisherman. ആ ആടുകളെ മേയിപ്പാനുള്ള പരിപാലനത്തിന്റെ ഉത്തരവാദിത്വം ആ മുഖ്യനായ മനുഷ്യന്റെ കർത്താവ് നൽകുവാനായിട്ട് ഇടയായി തീർന്നു. But we see that his expectation about following Jesus were crashed at the cross of Calvary. യേശു കർത്താവിന്റെ കാൽവരിയുടെ മുമ്പിൽ തന്റെ ദൈവികമായ ഉത്തരവാദിത്വത്തിൽ കർത്താവ് നിലവിലുള്ള വീഴ്ചകൾ സകലവും തകരുവാനായിട്ട് ഇടയായി തീർന്നു. But we see them in a group of people sitting in a house waiting for the Holy Spirit. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന ഉച്ചവെടുത്ത മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കാത്തിരിക്കുമ്പോൾ The Holy Spirit fell upon the whole group. ആ ആൾക്കൂട്ടത്തിന് മുമ്പാകെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച സംഭവിച്ചപ്പോൾ His heart was transformed. അവന്റെ ഹൃദയം രൂപാന്തരപ്പെടുവാനായിട്ട് ഇടയായി They തീർന്നു. were filled with the power of the Holy Spirit. അവർ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ പ്രാപിച്ചപ്പോൾ Equipped now to feed the sheep. സജ്ജരായി തീർന്നു തന്റെ ജനക്കൂട്ടത്തെ ദൈവത്തിന്റെ ആത്മാക്കളെ പരിപാലനം നടത്തുവാനായിട്ട്. Fast forward to Acts chapter 2 and 3. നമ്മൾ പെട്ടെന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ We see the Holy Spirit falling upon the people everywhere. പരിശുദ്ധാത്മാവിന്റെ പകർച്ച ആ സമൂഹത്തിന് മുഴുവനായി ദൈവം നൽകിയപ്പോൾ But in chapter 3, അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ verse 1 says, one day Peter and John were going to the temple at the time of prayer. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ Now a crippled man from birth was being carried to the temple gate called Beautiful. സുന്ദരപദ ദേവാലയ ഗോപുരത്തിലേക്ക് പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ കൊണ്ടു നിർത്തി. Our place is beautiful. ആ സ്ഥലത്തിന്റെ പേര് മനോഹരം സുന്ദരം എന്നായിരുന്നു. Our stadium is beautiful. ആ സ്ഥലത്തിന്റെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ഇടം വളരെ മനോഹരമാണ്. But there are a lot of people just sitting outside of this gate who are wanting to come into the presence of God, but for some reason they are prevented from getting into the presence of God. എന്നാൽ നമ്മുടെ ആരാധനാലയത്തിന് വെളിയിൽ അനേക പ്രിയമുള്ളവരുണ്ട്. അവർക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെന്ന് ഹൃദയംഗമായ ആഗ്രഹമുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ടും ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കൊണ്ടും ഒരാസ്ഥാനത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ട് പലപ്പോഴും തകർച്ചകൾ കൊണ്ട് കടന്നു വരാൻ കഴിയാത്തവരായി അനേകർ പുറത്തുണ്ട്. This man is sitting outside, or he was brought over to the gate by other people. ആ ദേവാലയത്തിന്റെ വാതിൽ മുമ്പിലേക്ക് സുന്ദരന്റെ ഗോപുരത്തിന്റെ അടുത്തേക്ക് മറ്റുള്ളവരാലാണ് അവൻ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. This guy is not coming to worship God. This guy is coming to get something from the people who are coming to worship God. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയല്ല അവൻ വന്നത്. ആരാധിക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് ചിലത് സ്വീകരിക്കാൻ വേണ്ടി, ചിലത് ലഭിക്കുവാൻ വേണ്ടിയാണ് താൻ വന്നത്. After the filling of the Holy Spirit on Peter and John, പത്രോസും യോഹന്നാനും ആത്മാവിന്റെ നിറവിനെ പ്രാപിച്ചതിനു ശേഷം they understood the need of this man. അവർ ആ വ്യക്തിയുടെ ആവശ്യത്തെ തിരിച്ചറിഞ്ഞു. Peter looked at the man and said, "Look at us." പത്രോസ് ആ മനുഷ്യനോട് പറഞ്ഞു, നീ ഞങ്ങളെ നോക്കുക. And he said, പത്രോസ് ഇങ്ങനെ പറഞ്ഞു, "Silver or gold I do not have, but വെള്ളിയും പൊന്നും എനിക്കില്ല, what I do have I give you." എനിക്കുള്ളത് നിനക്ക് തരുന്നു. Let me ask the pastors and believers of Sharon Fellowship Church. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ദൈവദാസന്മാരോട്, വിശ്വാസ സമൂഹത്തോട് ഞാൻ ചോദിക്കട്ടെ. For a whole week we heard about restoration. ഒരാഴ്ച മുഴുവൻ ദൈവത്തിന്റെ യഥാസ്ഥാപനത്തെ പറ്റി, പുതുക്കലിനെ പറ്റി നമ്മൾ കേൾപ്പാനായിട്ട് ഇടയായി In തീർന്നു. a few moments we'll be walking away from here. അല്പസമയത്തിന് ശേഷം നമ്മൾ ഇവിടുന്ന് മടങ്ങി പോകുവാനായി ഒരുങ്ങുകയാണ്. My question is, what are you carrying away from here? Are you carrying the Holy Spirit with you? Are you carrying the results of the restoration with you? There are many people who are outside waiting to meet you to receive what you have. എന്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മടങ്ങി പോകുന്നത്? ആത്മനിറവോടാണോ നമ്മൾ ഇവിടുന്ന് മടങ്ങി പോകുന്നത്? നമ്മളെ സ്വീകരിപ്പാനായി യഥാസ്ഥാനത്തിന് വേണ്ടി തകർച്ചയോടെ ആയിരിക്കുന്ന മറ്റുള്ളവർക്ക് ചിലത് നൽകുവാനുള്ള ആത്മനിറവോടാണോ നമ്മൾ ഇവിടുന്ന് മടങ്ങി പോകുന്നത്? Peter took the man with his hand, പത്രോസ് ആ മനുഷ്യന്റെ കരത്തിൽ പിടിപ്പാനായിട്ട് ഇടയായി തീർന്നു. lifted him up. അവനെ ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. Bible says, taking him the right hand, and he helped him up. പത്രോസ് ആ മനുഷ്യന്റെ വലത്ത് കരത്തിൽ പിടിച്ച് അവനെ എഴുന്നേൽപ്പിപ്പാൻ സഹായിപ്പാനായിട്ട് ഇടയായി തീർന്നു. And it says, instantly the man's feet and ankle became strong. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. From the moment of his birth, അവന്റെ ജനനം മുതൽ he has not taken one step. അവൻ ഒരു ചുവട് പോലും മുമ്പോട്ട് എടുത്തിട്ടില്ല. But under the power of the Holy Spirit, when the man's hand touched the leper, the crippled, പത്രോസിന്റെ ആത്മനിറവുള്ള കരങ്ങൾ പക്ഷപാതക്കാരനായി തളർന്നു പോരുന്ന മുടന്തനായ മനുഷ്യനെ തൊട്ടപ്പോൾ അവൻ കുതിച്ചെഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. And Bible says he was jumping,
he was walking and he was praising God. അവൻ കുതിച്ചെഴുന്നേറ്റ് ചാടിയും തുള്ളിയും യഹോവ കർത്താവിനെ മഹത്വപ്പെടുത്തിയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. What gives you the right to jump in the presence of God? എന്താണ് നമുക്ക് ദൈവാത്മാവിൽ ചാടുവാനും തുള്ളുവാനും നൽകുന്ന അധികാരം, സന്തോഷം? What gives us the right to jump up in the presence of God? ദൈവത്തിന്റെ ആത്മാവിൽ ദൈവസന്നിധിയിൽ ചാടുവാനും തുള്ളുവാനും നമുക്ക് നൽകുന്ന അധികാരവും അത് ശരിയായ ദിശകളും എന്താണ്? There are many reasons why we won't be able to do that. അത് ചെയ്യുവാൻ നമുക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം. Social pressures, നമുക്കുണ്ടാകുന്ന സാമൂഹികമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. misinformation about somebody else, മറ്റുള്ളവർ നൽകുന്ന പ്രോത്സാഹനമോ സമ്മർദ്ദമോ ഉണ്ടാകാം. the thought